ഹലോ, നല്ല തേങ്ങാപ്പാലിൽ കുറുക്കി എടുത്തിട്ടുള്ള ചെമ്മീൻ പാൽക്കറീൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് മസാല തേച്ചെടുക്കുക. ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഇതിലോട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അടുത്തത് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതും എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് ഉപ്പാണ്. ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മസാല ഒക്കെ തേച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു പാൻ എടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണ ആട്ടോ യൂസ് ആക്കുന്നത്. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് പേസ്റ്റായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലോട്ട് മസാല തേച്ചുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടും ചെയ്തെടുക്കുക. ഇനി ഇത് ഫുള്ള് ബട്ടറിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. അങ്ങനെ ചെമ്മീൻ്റെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ സൈഡ് ഒന്നും കൂടെ കുക്കാവാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലോട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി മിക്സ് ചെയ്തിട്ടുള്ള തേങ്ങാപ്പാൽ നമ്മൾ ചെമ്മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഈ ചെമ്മീനും തേങ്ങാപ്പാലും കൂടെ നന്നായിട്ടൊന്ന് കുറുക്കി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഏകദേശം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ലോണം കുറുകി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ തോന്നും. പക്ഷേ അടിപൊളി സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്ക് പ്രൗൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുള്ളൂ. അത്രയും ഫേവറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെമ്മീൻ പാൽക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പിയാണ്.